അശ്നേച്ച് വന്നതിന് ശേഷം നമ്മള് ഫസ്റ്റ് ടൈമാണ് ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞത് പറയുന്നത് തന്നെ. കൊറേ കാലത്തിന് ശേഷം കഴിച്ചു, 1 വർഷത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പറയുന്നത്. 1 വർഷമൊക്കെ 8 മാസം നമുക്ക് 5 മില്യൺ ആയി. 5 മില്യൺ ആയി, 4 വർഷമായി. ആനിവേഴ്സറി ആഘോഷിക്കണം, 5 മില്യൺ ആഘോഷിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നു. ഫാമിലി എല്ലാരും അമ്മമാർക്കും ഒരു റെസ്റ്റ്, അവർക്കും ഒരു സന്തോഷം, നമുക്ക് സമാധാനം. അപ്പൊ നമുക്ക് കഴിക്കാൻ പോവാം. ഡാനിച്ച നമുക്ക് എന്തോ സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഡാനിച്ച നേരത്തെ എത്തി. അതൊക്കെ പൊട്ടി അത് അകത്ത് കയറിയപ്പം കുരു പൊട്ടിയോ നമുക്ക് റിച്ച് പീപ്പിൾസിനൊക്കെ നമുക്ക് നീ ഇവിടെ ജോലിക്ക് എന്നാ കുഴപ്പമില്ല, വാ പോവാം. നമുക്ക് അകത്തോട്ട് കയറാം. അവർ നമ്മളെ വെൽക്കം ചെയ്യാൻ കാത്തിരിക്കുന്നു. मेरे मौला मौला मेरे मौला मौला मेरे मौला 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 मेरे मौला मेरे मौला. ഞാനാണ് മെയിൻ. ഒന്നും കഴിഞ്ഞില്ല. പള്ളിയിൽ കൊണ്ട് നാളെ അമ്പലത്തിൽ പോകണം കൊണ്ടിരിക്കുന്നു. വാവയ്ക്ക് അവർ ഇട്ട് കൊടുത്തില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും സാധനം വാവയ്ക്ക്. ഇനി നടക്കും ഇങ്ങനെ നടക്കും. मेरे मौला मौला मेरे मौला मौला मेरे मौला 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 मेरे मौला मेरे मौला. നമ്മളെല്ലാരും എത്തി, എല്ലാരെയും വെൽക്കം ചെയ്തല്ല. ഇനി നിങ്ങളായി നിങ്ങളെ പാടാ, ആരും ഞങ്ങളെ നോക്കരുത്. ഡാനിച്ചാൻ ഒരു സർപ്രൈസ് ഉണ്ട്. എല്ലാരും കമോൺ കമോൺ. കോർഡിനേറ്റർ എല്ലാവർക്കും ഓരോ ഫ്ലൈറ്റ് ടിക്കറ്റ് ദുബായിലോട്ട്. ലക്ക് ഉണ്ട്. ഇന്ന് ഇവിടെ ഫുഡ് ഫെസ്റ്റ് ആണ്, അപ്പൊ നിറയെ ഫുഡ് ഉണ്ടാവും. 3 മണിക്കൂറുണ്ട്. ഇഷ്ടമുള്ള തിന്നോളി. അത് പിന്നെ ഓക്കെ അച്ഛാ, അത് പിന്നെ പറയണോ? നമ്മളേറ്റ് വെറൈറ്റി കിംചി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിക്കാൻ പോണം. കൊറിയൻ ട്രഡീഷണൽ സാധനമാണ് കിംചി എന്ന് പറയുന്നത്. ഇതുവരെ ഇവരെ കഴിച്ചിട്ടില്ല. ഇത് തിന്നിട്ട് തുക്കളയുമോ എന്തോ. ഇതെന്താണെന്നറിയാമോ? അറിയാന്നുള്ളൊരു കമന്റ് എനിക്ക് അറിഞ്ഞു. അപ്പൊ നമ്മുടെ 4th ഇയർ ആനിവേഴ്സറി 5 മില്യൺ സെലിബ്രേഷൻ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കേക്ക് കട്ടിയാം. താങ്ക് യു സോ മച്ച്. 5 മില്യൺ എത്ര പെട്ടെന്ന് അടിക്കാൻ ഞങ്ങൾ വിചാരിച്ചില്ലല്ലേ? കുറച്ച് ലേറ്റ് ആയി, എന്നാലും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് 6 മില്യൺ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 മില്യൺ ആയതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സൂപ്പർ ഗുഡ്, വളരെ നന്നായിരിക്കുന്നു. സൂപ്പർ, ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കും. കേക്കല്ല, 5 മില്യൺ ആയതിനെ പറ്റി എന്താ പറയാനുള്ളത്? സന്തോഷമേ ഉള്ളതിന്. പറയൂ. 5 മില്യൺ ആയിട്ട് എല്ലാരും നല്ല വൈബ് അടിച്ചിരിക്കുവാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, രോഗമൊന്നുമില്ല. അപ്പൊ ഗൈസ്, ഞങ്ങള് സെലിബ്രേഷൻ ഒക്കെ അല്ലേ, കുറെ നാളായില്ലേ പടമൊക്കെ കണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ പടം കാണാൻ വന്നു. ഇവിടെ ഉള്ളവർ നാളെ നൈറ്റ് ഡെഡ് പൂൾ.
ഡാനിയ ചാച്ചിനെ കൊണ്ടാക്കാൻ നമ്മൾ എയർപോർട്ടിൽ അങ്ങനെ ഡാനിയ ചാനും അഭിനയങ്ങൾ നിർത്തുക. അല്ല സീരിയസ് ആയിട്ട് ഞാൻ പോയിട്ട് അടുത്ത ഒരു 45 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരും. നേരത്തെ അവര് പറഞ്ഞില്ലേ ഒരു സെപ്റ്റംബറിൽ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് വീണ്ടും വരണം. കാണിച്ച 2 ദിവസത്തിനാണ് സെപ്റ്റംബർ പരിപാടി. 10 ദിവസം വരും. 10 ദിവസം 15 ദിവസം 20 9 ദിവസം ഞാൻ ഓൾറെഡി ലീവ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അപ്പൊ ഡിസംബറിൽ 20 ദിവസം പറഞ്ഞേ. സെപ്റ്റംബറിൽ അച്ഛാ വരും. ഇപ്പം പോട്ട് கனவில் கூட காவல் செய்யும் கடமை மறவாது உலகமே இவளென இவன் வாழும் அழகை பாரடா மகள் என வளர்க்கிறான் இவன் அண்ணன் பாதி தந்தை மீதி ஆனானே தம்பி என்ற நிலையை கடந்து போனானே ഡാനിയ ചാൻ പോയ സങ്കടത്തിന് നമ്മള് ഒരു സിനിമ കാണാൻ വന്ന് സന്തോഷിച്ചു. ഡെഡ്പൂൾ സിനിമ പരിപാടിയാണ്. അപ്പൊ അനന്തച്ചാനെ പറഞ്ഞുവിടാം. അങ്ങനെ കുറെ ദിവസം കൊണ്ട് ഷൂട്ടും പിന്നെ ആനിവേഴ്സറിയുടെ സംഭവം മില്യൻ സെലിബ്രേഷൻസ് എല്ലാം കൂടെ ആയിട്ട് ഈ സിനിമ കാണാൻ ലേറ്റ് ആയി. നമ്മൾ ഡെഡ്പൂൾ പറയുമ്പോൾ ആദ്യമേ കാണേണ്ട സിനിമയാണ്. The next morning. അനന്ത് പറഞ്ഞാൽ ഓരോ ശരിയാവും. അനന്തച്ചാച്ച പുതിയ വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, എല്ലാരും കാണണം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ലുലുമാൾ. ദിലനേട്ടൻ നല്ല രീതിയിൽ വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് കാണിക്കുന്നു? ജോഷിച്ചേട്ടൻ നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ടാണ് ആനയുടെ കൈ കോണി കോണി അങ്ങ് അതെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്റെ കൈ ആടുന്നു. അതിനിപ്പോ എന്ത് ചെയ്യണം? എല്ലാരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അറിയിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ എന്തിനാണ് മെയിൻ ആയിട്ട് സിറ്റി പോകാനുള്ള കാരണം? അതല്ല മെയിൻ റീസൺ. അശ്വിനിക്ക് വീട്ടിൽ ഇരുന്നിരുന്ന് ബോർ അടിച്ചെന്ന് ഞങ്ങൾ ആരെ വീട്ടിൽ ഇരിക്കാൻ വിടുന്നില്ല. ഒരു 24 കോള് എല്ലാത്തിനും പോകും. ഞാൻ മാത്രം ഒറ്റയ്ക്ക് വീട്ടിൽ നിങ്ങൾക്ക് അത് ഒരു സങ്കടമായിട്ട് തോന്നില്ലേ? ഇല്ലല്ലേ സങ്കടം തോന്നും. ആ ടീമേറ്റ് സങ്കടം തോന്നും. ഞാൻ കോളേജിൽ പോലെ ഞാനെങ്കിലും കമ്പനി കൊടുത്തേനെ. അത് തന്നെ. നീ എന്തിനു കോളേജിൽ പോയി നീ വീട്ടിൽ? എന്റെ അറ്റൻഡൻസ് അച്ഛാ വന്നിട്ട് തരുവാ. അഭിന് എക്സാം. അഭിന് പഠിക്കുന്നു ഗൈസ്. കാറിലിരുന്ന് വരെ അഭിന് പഠിക്കുന്നു. ആര് കഴിക്കും? ഞാൻ വെറുതെ നോക്കിയത്. അവൻ ഇപ്പൊ തന്നെ ആമസോണിൽ നിന്ന് പേന വാങ്ങിയത്. 5 രൂപ പേര് 40 രൂപ ഡെലിവറി ചാർജ് കൊടുത്ത് പേന മേടിക്കും. എനിക്ക് ഇന്ന് അക്കൗണ്ടൻസി എക്സാം ആണ്. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നല്ലോണം എക്സാം എഴുതിട്ട് വാ. ബൈ. ഞങ്ങള് പോട്ടാ. പോയിട്ട് സേഫ് ആയിട്ട് വരണം. വണ്ടിയൊക്കെ നല്ലവണ്ണം ഇവിടെ വാങ്ങി നോക്കി നടക്കരുത്. എല്ലാ ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് തീർക്കണം. ഓക്കെ. അശ്നേച്ചിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി. പേര് പറ. ഇത് ദിയ. ഇത് ദിയ. ഇത് കല്ലു. എന്തൊക്കെയുണ്ട്? നാച്ചുറൽ അഭിനയം ഇറക്കല്ലേ എന്റെ അടുത്ത്. പറ എന്നെ പറ്റി 2 വാക്ക് പറ. അശ്ന വളരെ നല്ല കുട്ടിയാണ്. ഇവരിങ്ങനെയൊന്നും അല്ല. ഭയങ്കര ഡീസന്റ് ആയതാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ആവുമായിരുന്നു. തറയാണ്, വെറും തറയാണ്. ഞങ്ങൾ ഇവിടെ തേരാപ്പാര നടക്കണേ. തേരാപ്പാരല്ല, ഇവർ ഞങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോയി ഞാൻ കുറച്ച് ദിവസമായി വാവയ്ക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു വാവയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാം. ഈ ഷർട്ടും ഈ വൈറ്റ് പാൻറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. ഈ ഒരു പാൻസ് അവന് ഇഷ്ടപ്പെടുമെന്ന് അല്ല, എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നതിന് അവ ഇടല്ലേ. ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പക്ഷെ ഇവര് വരാൻ നിറയെ സമയം എടുക്കും. ഞങ്ങൾ പെട്ടെന്ന് സാധനം വാങ്ങിച്ച് തീർത്ത്. അനന്ത് മുടി വെട്ടാൻ തീരുമാനിച്ചു. അനന്ത് പറ്റടിക്കുന്നു. അനന്ത് മുടി വെട്ടിയ? ഇതാണ് വെട്ടിയ മുടി. സൈഡ് കുറച്ചിങ്ങനെ അവിടെ എടുത്ത്. ഇത് നീ വെട്ടിയ മുടി. അവൻ പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ ഉദ്ദേശിച്ച സാധനത്തിന് കുറച്ചുകൂടെ വളരണമെന്ന്. ഇനി വളരാനാ? ശരി. അപ്പൊ ഇനി വളർന്നിട്ട് കാണാം ബാക്കി. എന്ത് മുടി വെട്ടിയില്ല? മുടിയൊക്കെ വെട്ടി. നോക്കട്ടെ എട്. ഇത് എന്തൊരു വ്യത്യാസം? എനിക്കൊരു വ്യത്യാസം അറിയാം. ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങോട്ടായിരുന്നു. ഇതിന് 600 രൂപ ഭയങ്കര റേറ്റ്. എനിക്ക് കഴിക്കാൻ ഫ്രണ്ട്സിന്റെ കൂടെ തിന്നാൻ വന്നിരിക്കണം. എനിക്ക് തിന്നാൻ തോന്നുന്നു. ഞാൻ ഐസ്ക്രീം തിന്നോടെ വയറ് അവര് സാൻഡ്വിച്ച് കേക്ക് അങ്ങനെയൊക്കെ വെച്ചു. പിള്ളേരും വയറുമൂട്ട തിന്നിട്ട് നിനക്കൊന്നും വാങ്ങിച്ചിരുന്നില്ലേ? അതല്ല എനിക്ക്
ആ സമയത്ത് ഒന്ന് വിശന്നില്ല. കൊറേ നാളെ സ്മോക്കി ചിക്കൻ കഴിച്ചിട്ട്. ഓക്കെ, അപ്പൊ വാങ്ങിട്ട് വാ. എന്തോ ചാനെ കാണില്ല കാണില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാരും തിരക്കണം. ആണ്ട് നിൽക്കണം. എന്തിനു ഇവിടെ വന്ന് ഒളിച്ചിരിക്കണ്? ഞങ്ങളല്ലേ എവിടെയൊക്കെ തിരക്കിയെന്ന് അറിയാമോ? ഇവിടെ എന്തിനു ഒളിച്ചു നിൽക്കുന്നു? ഓ എഡിറ്റ് ആവണ്ട്. വീട്ടിൽ ഞാൻ തന്നെ എഡിറ്റ് ആവണ്ട്. ഒരു നാൾ നോക്കിക്കോ. എന്തിനു നോക്കേ? എത്ര ഒരു നാൾ അശ്നേജി വാഷ്റൂമിൽ പോയിട്ട് രജിത്ത നിൽക്കും നമ്മളെ. അഭിനയ എക്സാം കഴിഞ്ഞിട്ട് വന്ന് സീരിയസ് ആയിട്ട് അപ്പൊ അഭിനയ ജയിച്ചോണ്ട് നമ്മൾ എവിടെ അല്ല വീട്ടിൽ പോണു. ഞങ്ങൾ പോയിട്ട് വന്നപ്പോ എന്ത് വാങ്ങിച്ചിട്ട് അറിയാമോ? ഇതാ നോക്ക്. എന്ത് പറ? ഡ്രസ്സാ ഇട്ട് നോക്കാമോ നമുക്കെല്ലാം? ഷഡ്ഡിയുടെ വലിപ്പമുള്ള പാന്റ്. കരളേ കുളിരായ കിനാവേ നോവേ തേനേ. അച്ഛാ ഇതിന്നിട്ട് ഒരു പാട്ടിട്ട് കൊടുക്കേ. ആ തുജേ ദേഖ